back to Ripple Space Time. Shiva here. അത് വളരെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു കാര്യപ്രസക്തമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസവും അതുപോലെ തന്നെ ഫീഡ്ബാക്സും സ്നേഹപ്രകടനങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ല ഇനി ചീത്ത വിളിക്കാനാണ് തോന്നുന്നതെങ്കിൽ ചീത്തയായിരുന്നു വിളിക്കുക. അപ്പോൾ എന്താണ് കാര്യം എന്നല്ലേ, എക്സ്കേർഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. എക്സ്കേർഷൻ, എക്സ്കേർഷൻ എന്ന് പറയുമ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്ന ഒരു ഗ്രൂപ്പായിട്ട് പോകുന്ന ഒരു പിക്നിക്കായിട്ടുള്ളൊരു യാത്ര. അത് എത്രത്തോളം സ്കൂളുകളിൽ അത് ഇപ്പം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാൻ പാടില്ല. പണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്ന് എക്സ്കേർഷൻ പോകുമ്പോഴത്തേക്കും തന്നെ പല പ്രാവശ്യം അത് ഒന്നെങ്കിൽ വീഗാലാൻഡിലോ ഹാപ്പി ലാൻഡിലോ തന്നെ ചെന്ന് ലാൻഡ് ചെയ്യും. പക്ഷേ ഏതൊക്കെയോ നല്ല സാറുമാരുടെ ടീച്ചേഴ്സിൻ്റെയും ഗുണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു സൗത്ത് ഇന്ത്യ ടൂറൊക്കെ പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തുമാത്രം എക്സ്പോഷർ നമുക്ക് അന്ന് കുട്ടിക്കാലത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കളക്ട് ചെയ്ത ഡേറ്റകൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അതൊരു വലിയ സംഭവമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മളെ മുമ്പുള്ള സീനിയേഴ്സിന് പലർക്കും ഓൾ ഇന്ത്യ ടൂറുകൾ തന്നെ പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടിക്കാലത്ത്, അപ്പോൾ എൻ്റെ അനിയൻ്റെ കാലത്ത് എത്തിയപ്പോഴത്തേക്കും തന്നെ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും വീഗാലാൻഡിൽ തന്നെ തളച്ചിടപ്പെടുകയും +2 അവസാനം അതും വീഗാലാൻഡ് തന്നെ ആവുന്നതുകൊണ്ട് ടീച്ചേഴ്സ് എടുക്കുന്ന ഡിസിഷനേക്കാളും ബെറ്റർ ഡിസിഷൻ കുട്ടികളെടുത്തു, അവർ പോകുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പിള്ളേർ ഇവിടെ വരുന്നവർ എക്സ്കേർഷൻ അവർക്കില്ല. സെൻട്രൽ ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ എക്സ്കേർഷൻ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർ അനുഭവിക്കുന്ന ആ ഒരു വിഷമം എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും അത് എത്രമാത്രം തീവ്രമാണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ മുതിരുന്നത്. കാരണം എക്സ്കേർഷൻ പോകുമ്പോഴത്തേക്കും പല ഭാഷ, പല നാട്, കൾച്ചർ, അല്ലെങ്കിൽ അവിടുത്തെ ആർക്കിടെക്ചർ, ആർക്കിയോളജി, ഇതെല്ലാം നമ്മൾ അറിയാണ്ട് പോലും, ചിലപ്പോൾ അറിയാനുള്ള ആളുകൾ ചിലപ്പോൾ അറിയാൻ വേണ്ടിയായിട്ട് ശ്രമിക്കും. പക്ഷെ അറിയാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പോലും അറിയാതെ പോലും സബ് കോൺഷ്യസ് മൈൻഡിൽ പല ഡേറ്റകൾ കളക്ട് ചെയ്യും അല്ലേ. ഒരു വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ അന്യഭാഷയിലുള്ളൊരു കടയിൽ സംസാരിച്ച് അത് മേടിച്ച് കുടിക്കുമ്പോഴത്തേക്കും തന്നെ അവർക്ക് ഒരു എക്സ്പോഷർ അവിടെ തന്നെ കിട്ടുകയാണ്. അപ്പോൾ ഇന്നത്തെ പിള്ളേർ സൂവിൽ തന്നെ തളച്ചിടപ്പെടുക, അല്ലെങ്കിൽ മാജിക് പ്ലാനറ്റ് തളച്ചിടപ്പെടുക, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് അവർ എക്സ്കേർഷനെ പറ്റി നോക്കിക്കാണുന്നത്. ഓക്കെ, ഇത് തന്നെ ആയിക്കോട്ടെ, അതെങ്കിലും അത് പോസിബിളാക്കി കൊടുത്തിരുന്നെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് പോയ കുറച്ച് ഓർമ്മകളും കൂട്ടുകാരുമായിട്ട് സ്പെൻഡ് ചെയ്ത കുറച്ച് മൊമെൻറ്റുകളും വേറെ സ്കൂളിൽ നിന്ന് വന്ന് കണ്ട ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത ഓർമ്മകളും ഇതെല്ലാം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന് പോയേനെ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എത്തിക്കേണ്ടവരടുത്ത് എത്തിക്കുക മാക്സിമം. ഇത് കണ്ടിട്ട് വലിയ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഇത് കാണുന്ന ടീച്ചേഴ്സോ അല്ലെങ്കിൽ പാരൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സംഭവമായിരിക്കും ഈ എക്സ്കേർഷനൊക്കെ വിടുക എന്നുള്ളതോ, അല്ലെങ്കിൽ പോസിബിൾ ആക്കാത്ത ടീച്ചേഴ്സ് ആണെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് തയ്യാറാവുകയെങ്കിലും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എത്രത്തോളം ഇതുകൊണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഉള്ളിൽ തട്ടിയാണ് പറയുന്നത്. വളരെയധികം വിഷമമുണ്ട്. കാരണം ഓൾറെഡി സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ് തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസാണ്. അതിൻ്റെ കൂടെ ട്രാവലും അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം കുട്ടികളെ ഡംബാക്കും അല്ലെങ്കിൽ മണ്ടന്മാരാക്കും, എത്രത്തോളം അവരെ വീക്കാക്കും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. പിന്നെയും പറയാനുണ്ട് കുറച്ചധികം കാര്യങ്ങൾ. കാരണം ഓൾറെഡി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. അപ്പോഴും നമ്മൾ പഴയ കാലത്തെ സിലബസാണ് പഠിച്ച് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും മാറി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്കേർഷനും ഇതൊക്കെ അതും കൂടി ഇല്ലാണ്ടാക്കരുത്. സ്കൂൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, നോളേജിന് വേണ്ടിയുള്ള സ്ഥലമാണ്. അപ്പോൾ അത് അതപ്പതിച്ച് കൊണ്ടിരിക്കുകയാണ് ഓരോ ജനറേഷൻ കഴിയും തോറും. ഞാൻ പഠിച്ച ജനറേഷൻ ഓൾറെഡി അതപ്പതിച്ചതാണ് എൻ്റെ അച്ഛൻ്റെ ജനറേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അതിൽ നിന്നും അതപ്പതിച്ച് താഴോട്ട് പോകുന്നത് കാണുമ്പോഴത്തേക്കും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എത്രത്തോളം വീണ്ടും നമ്മളെ കാലത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു അതപ്പതിച്ചാണ് ഇരുന്നതെന്ന്. അതിൽ നിന്നും എന്തുമാത്രം അതപ്പതിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. പല കുട്ടികൾക്കും ഈ എക്സ്കേർഷന് പോവുക അല്ലെങ്കിൽ ഒരു ടൂറ് പോവുക, അവരുടെ കുട്ടിക്കാലത്ത് ഒരു 10 കൊല്ലത്തിനിടയിൽ ടൂറ് പോകാൻ കഴിയുക എന്ന് പറയുന്നത് ചിലപ്പോൾ അത് സ്കൂളിൽ നിന്ന് പോകുന്നത് മാത്രമായിരിക്കാം. കാരണം അവരുടെ വീട്ടിൽ ചിലപ്പോൾ അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവത്തില്ല. വീട്ടുകാർ ഒരു 4 പേരായിട്ട് ടൂർ പോകണമെങ്കിൽ എത്ര രൂപയുടെ ചിലവുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ സ്കൂളിൽ ഇത്രയും മാത്രം കുട്ടികൾ ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും വീട്ടുകാർക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ സ്കൂളുകാരത് നടത്തി കൊടുക്കുന്നില്ലെങ്കിലോ,
സ്കൂളുകാർക്ക് ഒരു 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചു കൊടുക്കും. വീട്ടുകാർക്ക് 2000 രൂപ കൊടുക്കാനുള്ള പോസിബിലിറ്റി ചിലപ്പോൾ ഉണ്ടാവും. വീട്ടുകാരായിട്ട് പോകണമെങ്കിൽ 10000 രൂപയാവുന്ന കാരണം അവർക്ക് ഒരിക്കലും പോയിന്ന് വരത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കുക. അപ്പോൾ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഇത്രയും മാത്രം കുട്ടികൾ ഒരുമിച്ച് പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ കുറച്ചധികം മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സൊക്കെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ടീച്ചേഴ്സ് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരികൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്തുകൊണ്ട് ഇതവർ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചേഞ്ച് വരുത്തിക്കോട്ടെ. ആർക്കെങ്കിലുമൊക്കെ ഇത് കാരണം ഒരു ഗുണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാകട്ടെ. അപ്പോൾ ഇതാണ് ട്രാവലിനെ പറ്റി ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ഗൈസ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇതുപോലത്തെ വേറെയും വീഡിയോ ആയിട്ട് കാണുന്നവർ ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. ബൈ ബൈ.